ഞങ്ങളുടെ മമ്മിക്ക് എപ്പോഴും തിരക്കാ. സിറ്റിയില് 2 ഷോപ്പുണ്ട്. രാവിലെ പോയാല് രാത്രി 8 മണിക്ക് ഷോപ്പ് അടച്ചിട്ടേ വരൂ. എന്നാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മമ്മി നന്നായി ശ്രദ്ധിക്കും. ഞങ്ങളെ വലിയ ഇഷ്ടാ. എല്ലാ മമ്മിമാർക്കും മക്കളെ ഇഷ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ മമ്മിക്ക് ഞങ്ങള് 100 ഇരട്ടി ഇഷ്ടമാ. പിന്നെ എന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. പറയാം, ഇനി ഒരിക്കൽ പറയാം. ഹലോ. ഹായ് പപ്പ. നിധിമോൾ എവിടെ? ചേച്ചി ഡ്രോയിങ്ങിലാ. എങ്ങനെയുണ്ട് നമ്മുടെ പഠിപ്പൊക്കെ? നമ്മുടെ പഠിപ്പൊക്കെ അടിപൊളി. ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല. കണ്ടോ, വെറുതെ അല്ല ഇവള് പാരയാണെന്ന് നിധി പറയുന്നത് അല്ലേ? ഏയ്, എന്തു പറ്റി മോക്ക്? മുഖം ആകെ വാടിയിരിക്കുന്നു. സുഖമല്ലേ? ഒന്നുമില്ല. അല്ലല്ല, എന്തോ ഉണ്ട്. അതൊന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞു കാണുന്നതിന്റെ ആവോ? അത്രേ ഉള്ളൂ, അല്ലാതെ അവൾക്ക് അസുഖമൊന്നുമില്ല. ഓക്കെ. ആ, രണ്ടാൾക്കും പപ്പയുടെ വക ഒരു സർപ്രൈസ് ഉണ്ട്. ഡ്രസ്സാ? എക്സാക്ട്ലി. എല്ലാ ആഴ്ചയും വരുമ്പോ ഓരോന്നിങ്ങനെ വാങ്ങി കൊടുക്കണോ? സാലറി മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർന്നാലേ മോഹന് സമാധാനാവുള്ളൂ. തന്നെ പോലെ വരവ് ചെലവ് കൃത്യമായി നോക്കി ജീവിക്കാനേ ഞാൻ ബിസിനസ്സുകാരനൊന്നുമല്ല. അല്ല മക്കളെ? വൗ, ക്യൂട്ട്. നോക്ക്, ഇഷ്ടപ്പെട്ടോ? ഗുഡ്. പപ്പയുടെ ലിറ്റിൽ ഏഞ്ചൽസ് ഒരു കാര്യം ചെയ്യും. വേഗം ഈ ഡ്രസ് ഇട്ട് റെഡിയായി വാ. പപ്പ ഒന്ന് കാണട്ടെ. എന്നിട്ട് നമ്മൾ പുറത്തു പോകുന്നു ഡിന്നറിന്. അപ്പോഴേക്കും പപ്പയെ ഒന്ന് ഫ്രഷ് ആവാം. ഞാനും വേഗം വേണം, എനിക്ക് ഭയങ്കര വിശപ്പ്. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്താ വരാത്തെ? എനിക്ക് വിശക്കണു മമ്മി. വരും, നീ കിടന്ന് ബഹളം വെക്കാതെ. ഒന്ന് ഡ്രസ് ചെയ്യാൻ ഇത്ര നേരം? ഞാൻ എത്ര പെട്ടെന്ന് റെഡിയായി. നീ എന്താ പപ്പ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് ഇടാത്തെ? അത് ലൂസാ. അപ്പൊ അവളുടെ കറക്റ്റ് ആണല്ലോ. പോട്ടെ, അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വാങ്ങിക്കാം. അല്ല മോളെ? പപ്പ വണ്ടി വിട്, വിശപ്പ്. ആരാ അത്? സ്കൂൾമേറ്റാ. വേണമെങ്കിൽ പോയി സംസാരിച്ചോളൂ. ഇല്ല, വേണ്ട. ഇറ്റ്സ് ഓക്കെ, ചെല്ല്. മമ്മി വേഗം ഓർഡർ ചെയ്യ്, എനിക്ക് വിശക്കണു. എനിക്കിത് മതി. ഹലോ, ഇത് നിധി. ഹായ്. എന്റെ സ്കൂളിലാ. ബോയ്സ് സ്കൂളിലോ? അല്ലല്ല, വേറെ സ്കൂളില്. എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് പറഞ്ഞ ഫ്രണ്ട്. ഇതിന്റെ ചേച്ചി അനിത പണിക്കർ, ഇന്ത്യ വിഷനിലെ പ്രൊഡ്യൂസറാ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം. ഇത് രമേശ് ചേട്ടൻ, ഇന്ത്യ വിഷനിൽ തന്നെയാ. ഹലോ. ഹലോ. ചേച്ചിയുടെ ഫ്രണ്ട്. ഇത് എന്റെ പാരന്റ്സ്. ഹലോ. ഹലോ. ഓക്കെ, ബൈ. അപ്പോ എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ? എന്ത്? രമേശ് ഗ്രാൻഡി പോവാന്ന് പറഞ്ഞിട്ടും നീ അല്ലേടാ കുട്ട ആ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നിർബന്ധം അതുകൊണ്ട് പിടിച്ചത്. നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ലേ? ആ സുന്ദരിക്കുട്ടി ഇതുപോലെ പേരൻസിനെ നിർബന്ധിച്ചിട്ടുണ്ടാവും അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ. ഏത് സുന്ദരിക്കുട്ടി? ഞാൻ ഇന്നൊരു സുന്ദരിക്കുട്ടി അവിടെ കണ്ടോളൂ. എന്താടാ അവളുടെ പേര്? നിധി. ഈ പ്രായത്തിൽ നിന്റെ ചേച്ചിക്ക് പോലും തോന്നാത്ത ഐഡിയ നിനക്കെങ്ങനെ തോന്നിയടാ? അത് ജന്മവാസന. ഓ, അതുകൊണ്ടാവും മീശ മുളയ്ക്കുന്നതിന് മുമ്പേ തുടങ്ങിയത്. വീട്ടിലെത്തട്ടെ, ഇന്നെന്താ നടക്കാൻ പോണെന്ന് കാണാം. ഇവ കാര്യങ്ങൾ എന്നെ ഭരിക്കാൻ പറ്റരുത്, എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. വണ്ടി വിട്. എന്താടാ ഭരിച്ചാല്? ഒന്നുമില്ലേലും നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതല്ലേ ഞാൻ. 5 വയസ്സല്ലേ? 50 വയസ്സൊന്നും അല്ലല്ലോ. ചേച്ചി ഡിന്നറിന് ബോയ് ഫ്രണ്ടിനെ കൂട്ടുവിളിച്ചപ്പോ ഞാൻ എതിർത്തോ? അതുപോലെയാണോ ഇത്? ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തതല്ലേ? എന്നാ ഇതും ഫിക്സ് ചെയ്തു. എന്തോ? അല്ല, ഇതും ഫിക്സ് ചെയ്തു. ആര് ഫിക്സ് ചെയ്തു? ഞാൻ ഫിക്സ് ചെയ്തു. ഇറങ്ങടാ. നിന്നോടാ പറഞ്ഞ ഇറങ്ങാൻ. എല്ലാ കാര്യവും നീ സ്വന്തമായി ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഇനി സ്വന്തമായി നടന്ന വീട്ടിലേക്ക് വന്നാ മതി. ചേച്ചി ഇവിടെ നല്ല ദൂരമുണ്ട്. സാരമില്ല. ഓട്ടോ പിടിക്കാൻ കാശില്ല എന്റെ.
എന്താ സന്ദീപ് ഇത്? ചേച്ചിയുടെ കൂടെ പുറത്തു പോയാ ചേച്ചിയുടെ കൂടെ തന്നെയല്ലേ തിരിച്ചു വരിക, അല്ലാതെ അവളെ തനിച്ചേക്ക് മുങ്ങ ചെയ്യാ? ആര് പറഞ്ഞു ഞാൻ മുങ്ങിന്ന്? അനി പറഞ്ഞു റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയതു ഏതോ ഒരു ഫ്രണ്ടിനെ കണ്ട് നീ അയാളുടെ ബൈക്കിന്റെ പിന്നാലെ കയറി പോയിന്ന്. 2 കിലോമീറ്റർ എന്നെ നടത്തിയതും പോരാ. 2 കിലോമീറ്റർ ഇല്ല, കഷ്ടി 1 ഫർലോങ് കാണും. 1 ഫർലോങ് ഞാൻ കാണിച്ചു തരാം. കുറെ നാളായി തുടങ്ങിയിട്ടത്. എങ്ങോട്ടാ വിളിക്കുന്നത്? പോലീസ് സ്റ്റേഷനിലേക്കാ? അല്ല, ഖത്തറിലേക്ക്. മര്യാദക്ക് അച്ഛന്റെ അമ്മയുടെ കൂടെ അവിടെ കഴിഞ്ഞിരുന്ന എന്നെ കൂട്ടിനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് ചേച്ചി പീഡിപ്പിക്കുകയാണെന്ന് അവരും കൂടെ അറിഞ്ഞോട്ടെ. ആ, അച്ഛനെ അമ്മയും വിളിക്കുമ്പോ എന്തിനാ മോനെ ഞാൻ വഴിയിലിറക്കി വിട്ടേന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണം. മോന് ബുദ്ധിമുട്ടാണെങ്കി ചേച്ചി പറഞ്ഞോളാം. എന്താ വിളിക്കുന്നില്ലേ? പിന്നെ വിളിച്ചോളാം. എന്താ ഇനി ഇത്? നീ ഇവനെ ഇറക്കി വിട്ടാണോ അതോ ഇവൻ മുങ്ങിയതാണോ? രണ്ടും അല്ല അച്ഛമ്മേ. വരുന്ന വഴിക്ക് അച്ഛമ്മയുടെ പുന്നാര മോനെ ഒരു വലിയ നിധി കിട്ടി. നിധിയോ? അത് അച്ഛമ്മേ എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യ. അവന്റെ വീട്ടിൽ കിണറ് കുത്തിയപ്പോ ഒരു വലിയ നിധി കിട്ടിത്രേ. ആ, കൂട്ടുകാരനെന്ന് പറഞ്ഞപ്പോ ഞാനന്ന് ചേച്ചി കേട്ടതാ. അത് ചേച്ചിക്ക് ഈടായിട്ട് ചെവിക്ക് എന്തോ തകരാറുണ്ട്. നാളെ നമുക്ക് ഡോക്ടറെ കാണാട്ടാ. വേണ്ട വേണ്ടടാ ചക്കരെ. എന്താന്നറിയില്ല, ചിലപ്പോ എനിക്ക് ചേച്ചിയോട് ഭയങ്കര സ്നേഹം വരും. ഈ കുട്ടികളുടെ ഒരു കാര്യം. ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരം പാതിരാത്രിയായി. അതെ, ഉറങ്ങേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങിയ ചേച്ചിയുടെ ചെവിയുടെ തകരാറ് മാറും, തലയുടെയും. അപ്പൊ പോയി കിടന്ന് ഉറങ്ങി ചക്കരെ. ഗുഡ് നൈറ്റ്. For 20 years. Then we met. നിങ്ങൾ നോക്കിയോ, ഇത് വെച്ചാ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോണത്. കൊള്ളാം. മാനുവലിന്റെ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹഹാ പറഞ്ഞ് ചിരിച്ചു നടന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്നും നടക്കട്ടെ. നിങ്ങൾ വിട്ടോ. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാൻ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ, തമാശ. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? പൊന്നു മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങളെ വെറുതെ വിട്. ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്ത് എങ്ങാനും കാലുകുത്തിയ ചവിട്ടി എല്ലൊടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടില് പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, അവന് തല ഉയർത്തി പുറത്ത് കിടക്കേണ്ടതാന്നൊരു വിചാരം അതുമില്ല. ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസേ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ദാ ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്. മാനുവൽ സാർ അപ്പോഴേക്കും എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. ആ, വലിയ പോരാ സാർ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും. ഇല്ല, ഞാൻ വല്ല ട്രെയിനും തലവെക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ, അത് കാര്യമില്ല ഗീതേ. നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും. എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്കിത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് മറ്റേ വർത്താനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം, മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നാ ശകുന്തളെ? അല്ല, എന്താ ഉദ്ദേശം? എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീയല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ?
ഇങ്ങോട്ട് വാ പറയാം. ഞാന് ഫ്ലാറ്റിലേക്ക് കിടക്ക്. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു നാടാവേ? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് സംസാരം. എടാ ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമുണ്ട് അല്ല നാരായണൻകുട്ടി? ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിന് 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഓ, നീ എനിക്കിട്ടൊന്ന് താങ്ങി. താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല. താങ്ങാൻ എന്നാ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കരിമോളെ. ഗുഡ് മോർണിംഗ് ബിജുമോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ, മോളും എന്നെ അങ്ങനെയാ വിളിക്കണേ. സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ. ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റൂ. എടാ പോവാൻ.